മാത്തമാറ്റിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിവിടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അതിൽ നമ്മൾ ആംഗിൾ മെഷർമെന്റ്, റേഡിയൻ മെഷറും അതുപോലെ ഏതാണ് ഡിഗ്രി മെഷറും ഡിസ്കസ് ചെയ്തതിന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഓക്കെ, അതിനുശേഷം ഇത് മാക്സിമം കാണാൻ ശ്രമിക്കുക. പുതിയൊരു സെക്ഷനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈസി മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ടേംസ് എല്ലാം അതാത് സമയത്ത് തന്നെ നോട്ട് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവും ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി. ഓക്കെ, ഒരുപാട് ടേംസും അതുപോലെ ഇക്വേഷൻസും ഇതിലുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു യൂണിറ്റ് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുക. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് റേഡിയസും അതുപോലെ അതിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റുമുള്ള, അതായത് 1 യൂണിറ്റ് എങ്ങോട്ട് നമ്മൾ എവിടെ എടുത്തു കഴിഞ്ഞാലും 1 യൂണിറ്റ് ആയിരിക്കും യൂണിറ്റ് സർക്കിളിന് ഉണ്ടാവാം, റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർക്കിളിനാണ് നമ്മൾ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സർക്കിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ സെന്റർ O ആണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത് റേഡിയനിലാണ് അല്ലേ, അതായത് ഡിഗ്രി മെഷറിലല്ല, റേഡിയനിലാണ്. ആ ആംഗിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ ആക്സിസ് ഉണ്ട്. നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലാണ് ഈ ഒരു സർക്കിളിനെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ എക്സ് വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 0 ഡിഗ്രി, π/2 എന്ന് വെച്ചാൽ 90 ഡിഗ്രി. അതുപോലെ ഇവിടെ എത്തുന്ന സമയത്ത് π, ദാറ്റ് ഈസ് 180 ഡിഗ്രി. Here 3π/2 which is equal to 270 degree and 2π എന്ന് പറയുന്നത് 360 ഡിഗ്രി. അതായത് ഒരു സർക്കിൾ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലേ, അതായത് 2π ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു P എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ആ സർക്കിളില്. അതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് AB എന്ന് പറഞ്ഞിട്ട് അസ്യൂം ചെയ്യാം. AB, അതായത് ഒരു കോർഡിനേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിളില് അതിനൊരു X കോർഡിനേറ്റും ഉണ്ടാവും, Y കോർഡിനേറ്റും ഉണ്ടാവും. അപ്പൊ ഈ P എന്ന് പറയുന്ന പോയിന്റിന്റെ X കോർഡിനേറ്റ് ആണ് A, Y കോർഡിനേറ്റ് ആണ് B. ഓക്കെ, അപ്പോ അതുപോലെ ഈ ഓരോ പോയിന്റിലും ഈ ടച്ച് ചെയ്യുന്ന ഓരോ പോയിന്റ് π/2 അതുപോലെ ഇവിടെ π എത്തുന്ന സമയത്ത് 3π/2, അങ്ങനെ ഓരോ പോയിന്റിലും അവിടെ കോർഡിനേറ്റ്സ് ഉണ്ടാവും, XY കോർഡിനേറ്റ്സ് ഉണ്ടാവും. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞതൊരു യൂണിറ്റ് സർക്കിൾ ആണ് അല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ X കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന് X ആക്സിസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്. X ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണോ ഉള്ളത് ആ കോർഡിനേറ്റിന്, ഓക്കെ, അതായിരിക്കും ഇവിടുത്തെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് 1 യൂണിറ്റ് ആണ് അല്ലെ, റേഡിയസ് 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഈ X ആക്സിസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ X കോർഡിനേറ്റ് 1 ആയിരിക്കും. പക്ഷെ ഈ ഒരു പോയിന്റിന് Y ആക്സിസിലേക്ക് ഡിസ്റ്റൻസ് ഇല്ല അല്ലെ, 0 ആണ്. അപ്പൊ Y കോർഡിനേറ്റ് 0, 10 ആയിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്. അതുപോലെ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ ഈ ഒരു പോയിന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ X ആക്സിസിൽ ഡിസ്റ്റൻസ് ഇല്ല അല്ലെ, ഇവിടെ സെന്ററിലാണുള്ളത്. അപ്പൊ X ആക്സിസിൽ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, അപ്പൊ X കോർഡിനേറ്റ് 0 ആണ്. Y കോർഡിനേറ്റ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഹൈറ്റിലാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്, അതായത് 1. ഇവിടെയും 1 എന്നല്ല റേഡിയസ് വരാം, 0, 1 ആയിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടുത്തെ ഇവിടെ X കോർഡിനേറ്റ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ് ആണ്. ഓക്കെ, Y കോർഡിനേറ്റ് ഇല്ല. പക്ഷെ X കോർഡിനേറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? നെഗറ്റീവ് ആക്സിസിലാണ് ഉള്ളത് അല്ലെ. ഈ ഒരു എക്സിന്റെ നെഗറ്റീവ് ആക്സിസിലാണ് ഉള്ളത്. അപ്പോൾ എന്ത് വരും? -1 വരും X കോർഡിനേറ്റ്, Y കോർഡിനേറ്റ് 0 വരും. ഓക്കെ, അതുപോലെ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ X കോർഡിനേറ്റ് ഇല്ല അല്ലെ. ഓക്കെ, Y കോർഡിനേറ്റ്, Yയിൽ നിന്ന് മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പൊ X കോർഡിനേറ്റ് 0, Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1. ഓക്കെ, അതായത് Y ആക്സിസിന്റെ നെഗറ്റീവിലാണ് ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു പോയിന്റ് ഉള്ളത് അല്ലെ, നെഗറ്റീവ് ആക്സിസിലാണ് ആ പോയിന്റ് ഉള്ളത്. അപ്പൊ 0 - 1 വരും. തിരിച്ച് നമ്മൾ 2πയിലേക്ക് എത്തി അല്ലെ. 2π എത്തുന്ന സമയത്തും സെയിം 0 ഡിഗ്രിന്റെ പോയിന്റ്സ് തന്നെയായിരിക്കും അവിടെ വരെ. 2 പോയിന്റും സെയിം അല്ലേ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി 2π കഴിഞ്ഞ് അതുപോലെ എന്താ പറയുക 4π, അങ്ങനെ ഏത് വന്നു കഴിഞ്ഞാലും ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റ്സ് തന്നെയായിരിക്കും അവിടെ വരാം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു P എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അവിടെ AB എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ് ആണ് P പോയിന്റിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ P എന്ന് പറയുന്ന പോയിന്റും അതുപോലെ സെന്ററും ടച്ച് ചെയ്യുന്ന
ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ട്രയാങ്കിൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഈ പി പോയിന്റിന് എക്സ് ആക്സിസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ, എക്സ് ആക്സിസിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അതുപോലെ ബി എന്ന് പറയുന്നത് ഈ പി പോയിന്റ് എത്ര ഹൈറ്റിലാണ്, വൈ ആക്സിസിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് എന്നുള്ളതാണ് ബി എന്ന് പറയുന്ന പോയിന്റ് കോർഡിനേറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഈ ഒരു സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ട്രയാങ്കിൾ വരച്ചു. അത് ഓർക്കുക, ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഇതിൽ ഈ 1 എന്ന് പറയുന്നത് ഇവിടുത്തെ റേഡിയസ് ആണ്. ഓക്കെ, മാറിപ്പോവേണ്ട, റേഡിയസ് ആണ്. അപ്പൊ നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കോർഡിനേറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചു, ബാക്കി ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്, പി എന്ന് പറയുന്ന പോയിന്റിന്റെ. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ട്രയാങ്കിൾ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിൾ ആണ്, ഈ ട്രയാങ്കിൾ മാത്രം എടുത്ത് വരച്ചതാണിത്. ഓക്കെ, അതിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ, ഈ ലൈൻ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഒ പി എന്ന് പറയുന്ന ലൈൻ സർക്കിളിന്റെ റേഡിയസ് അല്ലേ, അത് 1 യൂണിറ്റ് ആണെന്ന് അറിയാം. അതുപോലെ നമ്മൾ പറഞ്ഞു എക്സ് കോർഡിനേറ്റ് എത്രയാണ് എടുത്തത്? എ ആണ് എടുത്തിട്ടുണ്ട് അല്ലെ, എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അത് ഇതല്ലേ എ. ഓക്കെ, അതുപോലെ വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബി എന്ന് എടുത്തിട്ടുണ്ട്. ബി എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, ബി എന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ആംഗിൾ, അതായത് ഇവിടെ ഈ ഒരു പോയിന്റും അതുപോലെ ഈ ഒരു പോയിന്റും പി എന്ന് പറയുന്ന പോയിന്റും, ഓക്കെ, പി പോയിന്റും അതുപോലെ ഈ സീറോ എന്ന് പറഞ്ഞ ഡിഗ്രിയിൽ ഉണ്ടാവുന്ന ഈ പോയിന്റ്, ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ഇതാണ് അവിടുത്തെ ആർക്ക് ലെങ്ത് അല്ലെ, ഇത്രയും ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ആർക്ക് ലെങ്ത്. ഈ പോയിന്റിലേക്കുള്ള പി പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. ആ ആർക്ക് ലെങ്തിനെ നമ്മൾ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു, അവിടുത്തെ ആർക്ക് ലെങ്തിനെ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് നമ്മള് 10th പഠിച്ചിട്ടുണ്ട്, അതായത് ആർക്ക് ലെങ്തും അതുപോലെ തന്നെ അതിന്റെ സെന്റർ ആംഗിളും, സർക്കിളിന്റെ ആർക്ക് ലെങ്തും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെന്റർ ആംഗിളും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ സെയിം ആയിരിക്കും. ആർക്ക് ലെങ്തിനായിരിക്കും അവിടുത്തെ സെന്റർ ആംഗിൾ. ആർക്ക് ലെങ്ത് നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതന്നെയായിരിക്കും അവിടുത്തെ സെന്റർ ആംഗിൾ എക്സ്. അപ്പൊ ആർക്ക് ലെങ്ത് എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ അവിടുത്തെ സെന്റർ ആംഗിളും എക്സ് തന്നെ ആയിരിക്കും. ഇവിടെ ആംഗിൾ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലെ, അതായത് ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പൊ അതിനെ നമുക്ക് ഇതിൽ നിന്ന് സൈൻ എക്സും കോസ് എക്സും കണ്ടുപിടിക്കാലോ. അതായത് നമ്മുടെ എന്താ പറയാ, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് സൈൻ എക്സും കോസ് എക്സും, ഈ എക്സിന്റെ ആംഗിളിന്റെ സൈൻ എക്സും കോസ് എക്സും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ സൈൻ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് ബൈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബി ആണ്, ഹൈപ്പോട്ടനസ് 1b/1 which is equal to b. ഓക്കെ, അതുപോലെ കോസ് എക്സ് എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, a/1 which is equal to a നിർത്തി. ഓക്കെ, സൈൻ എക്സ് ബിയും കിട്ടി, കോസ് എക്സ് എയും കിട്ടി. അതായത് എന്താണ്? പിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരുന്നു? a b. a എന്ന് പറയുന്നത് കോസ് എക്സ്, p of sin x equal to b എന്ന് കിട്ടി. അതുപോലെ cos x equal to a അല്ലെ, അതായത് p ന്റെ കോർഡിനേറ്റ്സ് a b ആയിരുന്നു അല്ലെ. a എന്ന് പറയുന്നത് എന്താണ്? cos x ആണ്. അപ്പൊ p of cos x sin x എന്ന് കിട്ടും അല്ലെ. p of cos x sin x. a എന്ന് പറയുന്നത് cos x, b എന്ന് പറയുന്നത് sin x. മാറിപ്പോവരുത്, cos x ആണ് ഫസ്റ്റ് വരുന്നത്, രണ്ടാമത് വരുന്ന കോർഡിനേറ്റ് ആണ് sin x. അപ്പൊ നമ്മൾ ഈ സർക്കിളിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ഇവിടെ എന്താ, ഈ പോയിന്റിലെ കോർഡിനേറ്റ്സ് 1 0 ആണ് അല്ലെ. അപ്പൊ അവിടുത്തെ cos x എന്ന് പറയുന്നതാണ് 1, അതുപോലെ sin x എന്ന് പറയുന്നതായിരിക്കും 0. മനസ്സിലായോ? cos x എന്ന് പറയുന്നത് 1, sin x എന്ന് പറയുന്നത് 0. അത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫസ്റ്റ് വരുന്ന കോർഡിനേറ്റ്, അവിടെ ഫസ്റ്റ് വരുന്ന കോർഡിനേറ്റ് cos x ആണ്, സെക്കൻഡ് വരുന്നത് sin x ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നമുക്ക് ഈ ഒരു ഫിഗർ പ്രോബ്ലംസിലെല്ലാം ക്വസ്റ്റ്യൻസിലെല്ലാം അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ഒരു യൂണിറ്റ് സർക്കിൾ ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫസ്റ്റ് വരുന്ന പോയിന്റ് cos x ആയിരിക്കും, സെക്കൻഡ് വരുന്നത് കോർഡിനേറ്റ് എന്ന് പറയുന്നത് sin x ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് വെച്ചിട്ട് കോസിന്റെയും സൈനിന്റെയും വാല്യൂസ് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് കോസ് 0 എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി. ഓക്കെ, നമ്മൾ കോസ് 0 വരുന്നത് എവിടെയാ? ഇവിടെയാണ് അല്ലെ. കോസ് 0 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വരുന്ന കോർഡിനേറ്റ് ആണ് cos x, സെക്കൻഡ് വരുന്ന കോർഡിനേറ്റ് ആണ്
സൈൻ എക്സ് അല്ലെ. ഫസ്റ്റ് വരുന്നത് കോസ് എക്സ്, പിന്നെ വരുന്നത് സൈൻ എക്സ്. അപ്പൊ കോസ് 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫസ്റ്റ് വരുന്ന വാല്യൂ ഏതാണ്? 1 അല്ലേ. അപ്പൊ കോസ് 0 ഈക്വൽ ടു 1. ഓക്കെ. അതുപോലെ സൈൻ 0 എന്ന് വെച്ചാൽ സെക്കൻഡ് വരുന്ന വാല്യൂ ആണ്. സൈൻ എക്സ് സെക്കൻഡ് ആണ്. അപ്പൊ സൈൻ 0 ഈക്വൽ ടു 0. അപ്പൊ ആ കോർഡിനേറ്റ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് എഴുതുന്നത്. കോസ് 0 1, സൈൻ 0 0. അതുപോലെ നെക്സ്റ്റ് നമ്മൾ π/2 എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ളത് 0 1 ആണ് അല്ലെ. അപ്പൊ കോസ് π/2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന വാല്യൂ ഏതാണ്? 0. കോസ് π/2 ഈക്വൽ ടു 0. സൈൻ π/2 എന്ന് വെച്ചാൽ സെക്കൻഡ് വരുന്ന വാല്യൂ, അപ്പൊ 1. ഓക്കെ. അതുപോലെ പൈയില് കോസ് പൈ എന്ന് പറയുന്നത് കോസ് അല്ല, അപ്പൊ ഫസ്റ്റ് വരുന്നത് -1. സൈൻ പൈ എന്ന് പറയുമ്പോൾ 0. കോസ് 3π/2 ഈക്വൽ ടു 3π/2 ഫസ്റ്റ് വരുന്നത് ഏതാണ്? 0. ഓക്കെ. സൈൻ 3π/2 -1. അതുപോലെ കോസ് 2π പിന്നെ റിപ്പീറ്റ് ചെയ്യാണ് അല്ലെ. കോസ് 2π എന്ന് പറയുമ്പോൾ 0ന്റെ സെയിം തന്നെയാ വരാം. അപ്പൊ കോസ് 2π എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് 1, സൈൻ 2π എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0. ഓക്കെ. എങ്ങനെയാണ് വാല്യൂസ് എഴുതുന്നത്? ഓക്കെ. അതുപോലെ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സൈൻ 2nπ + x ഈക്വൽ ടു സൈൻ എക്സ്. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിപ്പോൾ 360 കഴിഞ്ഞാൽ 2π കഴിഞ്ഞ് പിന്നെ തിരിച്ച് അതുപോലെ ആദ്യം 4π അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്തും അതേ പോയിന്റ്സ് തന്നെയാണ്, അതേ വാല്യൂ തന്നെയാണ് ഉണ്ടാവാന്ന് പറഞ്ഞല്ലേ. അതെങ്ങനെയാ വരുന്നത്? ഇപ്പൊ സൈൻ 2nπ + x ഈക്വൽ ടു സൈൻ എക്സ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതായത് സൈൻ 2πന്റെ വാല്യൂ എത്ര തന്നെയായിരുന്നു? സൈൻ 2π എന്ന് പറയുന്നത് സൈൻ 2π എത്രയാണ്? 0 തന്നെയാണ്. ഏതാണ്? സൈൻ 0 0 ആണ് അല്ലെ. അതായത് സൈൻ 0ന്റെ വാല്യൂ തന്നെയാണ് അവിടെ സൈൻ 2π ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി 2πന്റെ ഏത് മൾട്ടിപ്പിൾ വന്നാലും നമുക്ക് എത്ര തന്നെ കിട്ടും? സെയിം വാല്യൂ സൈൻ എക്സിന്റെ വാല്യൂ തന്നെ കിട്ടും അല്ലെ. ഇനിയിപ്പോ ഈ എന്നിന് പകരം ഇവിടെ സൈൻ എന്നിന് പകരം നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 2π + x. ഓക്കെ. അതായത് 2π 360 അല്ലെ. 360 ആണ് വരുന്നതെങ്കിലും അവിടെ എന്ത് തന്നെ വരും? സൈൻ എക്സ് തന്നെ വരും അല്ലെ. സൈൻ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 0 അല്ലെ. സൈൻ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പൊ ആ 0 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ അവിടെ വരും. ഇനിയിപ്പോ ഇവിടെ എന്നിന് പകരം 2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 4π വരും. 4π + x അങ്ങനെ വന്നു കഴിഞ്ഞാലും എത്ര തന്നെ വരും? സൈൻ എക്സ് തന്നെ വരും. അതായത് ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും 2πന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സൈൻ്റെ സൈൻ എക്സിന്റെ വാല്യൂ തന്നെ വരും. അതേപോലെ തന്നെ കോസിന് അങ്ങനെ തന്നെയാണ്. 2nπ + x ഈക്വൽ ടു കോസ് എക്സ്. ഓക്കെ. 2πയിൽ ഏതാണോ വാല്യൂ ഉണ്ടായത്, ഓക്കെ, 2πയിൽ ഉണ്ടാവുന്ന വാല്യൂ 1 അല്ലെ. അപ്പൊ 1 തന്നെ ആയിരിക്കും നമ്മൾ 2πന്റെ ഏത് മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാലും കോസ് എക്സ് തന്നെ ആയിരിക്കും വരാം. ഓക്കെ. അതിൽ ചേഞ്ചസ് അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അതുപോലെ നമ്മൾ പറഞ്ഞു സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് സൈൻ എക്സ് എപ്പോഴാണ് സൈൻ എക്സ് ഈക്വൽ ടു 0 സൈൻ എക്സ് എപ്പോഴാണ് 0 ആവുന്നത്? x ഈക്വൽ ടു nπ ആവുന്ന സമയത്ത്. ഓക്കെ. x ഈക്വൽ ടു nπ എന്ന് പറയുമ്പോൾ എന്നിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും അത് 0 ആയിരിക്കും വരാം. ഓക്കെ. ഇപ്പൊ എന്നിന് നമ്മൾ 1 കൊടുത്താൽ സൈൻ π ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. സൈൻ 2π എന്നിന് 2 കൊടുത്താൽ സൈൻ 2π എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. അങ്ങനെ എന്നിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 0 ആവും അല്ലെ. സൈൻ 0 0 ആണ്. അങ്ങനെ nπ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുമ്പോഴെല്ലാം സൈൻ എക്സ് 0 ആണ്. അതുപോലെ കോസ് എക്സ് 0 ആവുന്നത് 2n + 1 × π/2 എന്ന് പറഞ്ഞ വാല്യൂ എക്സിന് വരുമ്പോഴാണ്. അതായത് എന്നിന് നമ്മളിവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 π/2 വരും അല്ലെ. കോസ് π/2 എന്ന് വെച്ചാൽ 0. അതുപോലെ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 3 3π/2 എന്ന് പറഞ്ഞാൽ 0. അങ്ങനെ π/2ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന സമയത്തെല്ലാം കോസ് എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. nπ പൈന്റെ മൾട്ടിപ്പിൾ വരുന്ന സമയത്തെല്ലാം സൈൻ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ. അതുപോലെ 3 ടേംസ് നമുക്കിനി നോക്കാനുള്ളതാണ്. കൊസീക്കും സീക്കും കോട്ടും. ഓക്കെ. സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ് 1/sin x ആണ് എന്ത്? കൊസീക് എക്സ് എന്ന് പറയുന്നത്. അതുപോലെ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആണ് 1/cos x ഈക്വൽ ടു സീക് എക്സ്. അതുപോലെ ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ 1/tan x ഈക്വൽ ടു കോട്ട് എക്സ്. ആ 3 കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ പറഞ്ഞ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസ് എക്സ് എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ടാൻ എക്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അതായത് ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്.
സൈൻ എക്സ് ബൈ കോസ് എക്സിനെയാണ് നമ്മൾ ടാൻ എക്സ് എന്ന് പറയാം. അപ്പൊ ഇതിൽ ടാൻ എക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഇവിടുത്തെ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് അല്ലെ, അഡ്ജസൻറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി ബൈ എ എന്ന് വരും. ഓക്കെ, ടാൻ എക്സ്. അതുപോലെ തന്നെ ഈ ടാൻ എക്സ് എഴുതുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 2n+1 × π/2. എക്സിന്റെ വാല്യൂ 2n+1 × π/2 ആവരുത്. അതായത് നമ്മളിവിടെ പറഞ്ഞു അല്ലെ, അതായത് കോസ് എക്സിന്റെ വാല്യൂ 0 ആവുന്ന കണ്ടീഷനാണ് ഏത്? 2n+1 × π/2. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? π/2 അല്ലെ, എക്സിന്റെ വാല്യൂ π/2 ആവും. അപ്പോൾ സൈൻ π/2 ബൈ കോസ് π/2 എന്ന് വരും. അപ്പൊ കോസ് π/2 എന്ന് വെച്ചാൽ എത്രയാണ്? കോസ് π/2 0 അല്ലേ, അപ്പൊ ഇവിടെ താഴത്തെ ടേം ഡിനോമിനേറ്ററിൽ 0 വരും, സൈൻ π/2 ബൈ 0 വരും. അങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? നോട്ട് ഡിഫൈൻഡ് ആണ്, അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ ടാന്റെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആയി മാറും. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താവാൻ പാടില്ല? 2n+1 × π/2. അതായത് താഴെയുള്ള ഡിനോമിനേറ്ററിലെ കോസ് എക്സ് 0 ആവുന്ന കേസ് വരാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ ടാനിന്റെ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ടാൻ എക്സ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അതുപോലെ കോട്ട് എക്സ് എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ്, കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണ്. ടാനിന്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട്, അപ്പോൾ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണ് കോട്ട് എക്സ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, എക്സ് നോട്ട് ഈക്വൽ ടു nπ. അതായത് സൈൻ എക്സിന്റെ വാല്യൂ ഡിനോമിനേറ്ററിലുള്ള സൈൻ എക്സിന്റെ വാല്യൂ 0 ആവരുത്. 0 ആയാൽ അത് നോട്ട് ഡിഫൈൻഡ് ആവും. അങ്ങനെ ആകുമ്പോൾ കോട്ട് എക്സിന് വാല്യൂ ഉണ്ടാവില്ല അല്ലെ, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലേ, അതായത് സൈൻ എക്സ് 0 ആവുന്ന കണ്ടീഷനാണ് ഏത്? സൈൻ എക്സ് 0 ആവുന്ന കണ്ടീഷനാണ് nπ എന്ന് പറയുന്നത്. പിന്നെ 0 ആവരുത്, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, കോസിന്റെയും സൈനിന്റെയും വാല്യൂ വെച്ചിട്ട് നമുക്കൊരു ടേബിൾ ഉണ്ടാക്കാം. സൈനിന്റെ അതുപോലെ തന്നെ കോസ്, അതുപോലെ സൈൻ ബൈ കോസ് അല്ലെ, ടാൻ എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്, ടാൻ എക്സ്. അപ്പൊ ഈ 3 ടേബിൾ, ഈ 3 വാല്യൂസ് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടാൻ എക്സിന്റെയും ഈ വാല്യൂസ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിനെല്ലാം ഇത് ആവശ്യമാണ്. അപ്പൊ നമുക്കത് നോക്കാം. നമ്മൾ ഈ ഒരു യൂണിറ്റ് സർക്കിളും അതുപോലെ തന്നെ ഈ ടേബിളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കൽ നല്ലതായിരിക്കും, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിനെല്ലാം അത് അപ്പൊ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിതിൽ നമ്മൾ എന്താ പറയാ, സൈൻ 0 എത്ര കിട്ടിയിട്ടുണ്ട്? 0 ആണ് അല്ലെ, സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് എഴുതുന്നതെല്ലാം മനസ്സിലായിട്ടില്ല. അതായത് നമ്മളിവിടെ ഈ കോർഡിനേറ്റ്സ് ആണ്, ഫസ്റ്റ് ഉള്ള കോർഡിനേറ്റ്സ് കോസ് എക്സ് ആണ്, സെക്കൻഡ് ഉള്ളത് സൈൻ എക്സ് ആണ്. അപ്പൊ സൈൻ 0 വരുന്നത് 0 ഡിഗ്രി ഇതല്ലേ, അപ്പൊ 0 ഡിഗ്രിയിൽ സൈൻ 0 എന്ന് പറയുമ്പോൾ സെക്കൻഡ് വാല്യൂ എടുക്കേണ്ടത് 0. അങ്ങനെയാണ് എഴുതുന്നത്. സൈൻ 0 ആണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് അറിയുന്നത് എന്താണ്? സൈൻ π/2 അറിയാം അല്ലെ, സൈൻ π/2 എന്ന് പറയുന്നത് 1 ആണ്, അതായത് സൈൻ 90 1 ആണ്. അതുപോലെ തന്നെ സൈൻ 2π എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാം. ഓക്കെ, അതുപോലെ സൈൻ 3π/2 അറിയാം -1, സൈൻ π എന്ന് പറയുന്നത് 0. അത്രയും വാല്യൂസ് നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ തന്നെ ബാക്കി വരുന്നതാണ് സൈൻ π/6. π/6 എന്ന് പറയുമ്പോൾ സൈൻ 30, സൈൻ 30 1/2 ആണ്. അതുപോലെ സൈൻ π/4 സൈൻ 45, ഓക്കെ, 1/√2, സൈൻ π/3 അതായത് സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. ഈ ഒരു ജസ്റ്റ് ഈ ഒരു എന്താ പറയുക 1 2 3 4 5 6 7 8 വാല്യൂസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. അതായത് നമുക്കിപ്പോൾ സൈനിന്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ, സൈനിന്റെ 0 മുതൽ 2π വരെയുള്ള വാല്യൂ ഏകദേശം അറിയെങ്കിൽ കോസും ടാനും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ കോസും ടാനും നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ കോസ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കോസ് നോക്കിയാൽ ഇപ്പൊ സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കോസ്. ഓക്കെ, ഇപ്പൊ സൈൻ 0 ആണ്, കോസ് 0 എന്ന് പറയുമ്പോൾ 1 ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് അല്ലേ കോസ് 0. അതുപോലെ തന്നെ സൈൻ π/6 എന്ന് പറയുന്നത് 1/2 ആയിരുന്നു, കോസ് π/6 √3/2. അതായത് ഇവിടെ നമുക്ക് സൈൻ π/3, അതായത് സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അതുപോലെ കോസ് π/3 എന്ന് പറയുന്നത് 1/2 ആണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത വാല്യൂ π/4, സൈൻ 45 കോസ് 45 സെയിം ആണ്, 1/√2 ആണ്. π/4 സൈൻ π/4 കോസ് π/4 1/√2 ആണ്, അത് സെയിം ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഓക്കെ π/2 1 ആണ്, കോസ് π/2 0 ആണ്. ഓക്കെ, ഇപ്പൊ നേരെ തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. കണ്ടോ, ഇവിടെ 0 -1 0 1 സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു.
അതുപോലെ ടാൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടാൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ടാൻ വെച്ചാൽ സൈൻ ബൈ കോസ് ആണ്. അപ്പൊ 0/1 0. ഓക്കെ, ടാൻ 0 എന്ന് പറയുമ്പോൾ സൈൻ 0 ഡിവൈഡഡ് ബൈ കോസ് 0 അല്ലേ, അതായത് 0/1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ടാൻ 5/6 എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് അല്ലേ, അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് വരും അല്ലേ, അതായത് സൈനിൻ്റെത് ഡിവൈഡഡ് ബൈ കോസ്. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ √3/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും, 1/√3. അതുപോലെ π/4, ടാൻ π/4 എന്ന് പറയുന്നത് 1/√2 ഡിവൈഡഡ് ബൈ 1/√2 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ടാൻ π/3 എന്ന് പറയുന്നത് √3/2 ബൈ 1/2 ദാറ്റ് ഈസ് √3. അതുപോലെ ടാൻ π/2 എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ്. ടാൻ π/2 എന്ന് പറയുമ്പോൾ സൈൻ π/2 ബൈ കോസ് π/2 ആണ് അല്ലേ, അതായത് 1/0 എന്ന് വരും. 1/0, 0 താഴെ വന്നാൽ അത് എന്താണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പൊ ടാൻ π/2ന്റെ വാല്യൂ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ ടാൻ പൈ എന്ന് പറയുന്നത് 0/-1 വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ, 0. അതുപോലെ ടാൻ 3π/2 -1/0യും എന്ത് വരും, -1/0 എന്ന് വെച്ചാലും നോട്ട് ഡിഫൈൻഡ് ആണ്. 0 താഴത്ത് വന്നു കഴിഞ്ഞാൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അതുപോലെ ടാൻ 2π എന്ന് പറയുന്നത് 0/1 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ സൈനിന്റെ വാല്യൂസ് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോസും അതുപോലെ ടാനും എഴുതാൻ പറ്റും. അപ്പൊ ടാൻ സൈനിന്റെ എങ്കിലും നമ്മൾ മിനിമം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കോസിന്റെയും ടാനിന്റെയും വാല്യൂ കണ്ടുപിടിക്കാം. കോസിന്റെ ഏകദേശം സൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അതുപോലെ ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണല്ലോ, അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇക്വേഷൻസ്, അതുപോലെ യൂണിറ്റ് സർക്കിളും അതുപോലെ സൈനും കോസും വരുന്ന കുറച്ച് ടേംസും ആണ് പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഈസിയായി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കി കുട്ടികൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. താങ്ക് യു.